ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മൺഡേ മോർണിംഗ് ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ബഹളമാണ്. ഇവിടെ ഞാൻ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെയൊക്കെ കിച്ചണൊക്കെ ഉണ്ടല്ലോ, രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസമാണല്ലോ, മൺഡേ മോർണിംഗ് ആണ്. അപ്പം ചോറുണ്ടാക്കി ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തീരും. അപ്പോൾ മോർണിംഗിലാവുമ്പോൾ നമുക്ക് സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ എല്ലാം രാവിലെ പരിപാടികളൊക്കെ തീരും കേട്ടോ. ചോറ്, ബീട്രൂട്ട് തോരൻ, മാങ്ങച്ചാറ്, മുട്ട പൊരിച്ചത്, പിന്നെ ചേമ്പ് ഇട്ടിട്ടുള്ള മോര് കറി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ചേമ്പ് അല്ലെങ്കിൽ കുമ്പളങ്ങയൊക്കെ ഇട്ട് മോര് കറി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് ചേമ്പിട്ടിട്ടാണ് മോര് കറി ഉണ്ടാക്കിയത്. ഇവിടെ വീട് പണി നടക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ ഇടയ്ക്ക് ഒരു വോയിസ് ഇടുന്നത് മ്യൂട്ട് ചെയ്തിട്ട്, അല്ലാതെ കുറച്ചൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യാതെ അതിനോടൊപ്പം വോയിസ് ഇട്ട് പോയിട്ടുണ്ട്. I just want to squish it and eat it, and some words come out like. രാവിലെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക നമ്മുടെ അമ്മമാരുടെ ഒരു പ്രത്യേകതയാണല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്നായിട്ട് കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള കുറച്ച് കംപ്ലയിൻസൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഡെയിലി റുട്ടീനാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പോകുന്നവരെ. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ? ഈ കുട്ടി ഇന്ന് പോകുന്നില്ല കേട്ടോ. കൊടയെടുത്തോ? അല്ല, പൈസ വെച്ചോ. ചാച്ചൻ പോവാണോ? കുഞ്ഞ് താത്തുവാണ്. കണ്ടോ, ഇന്ന് നല്ല മഴക്കോളുണ്ടെന്ന്. കണ്ടോ, ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടായിരുന്നു. ഇന്നത്തെ ചെറുതായിട്ടൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതാ ഈ റോഡ് സൈഡായ കാരണം നമുക്കിവിടെ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇതാ ഇവിടെയാണ് പണിയൊക്കെ നടക്കുന്നത് കണ്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം 10-10:30 ആയി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അതിനുശേഷം വീട് വൃത്തിയാക്കുക, കുളിക്കുക, നനയ്ക്കുക, ഈ പരിപാടികളിലൊക്കെ ഏർപ്പെട്ടു. പൊന്നു പഠിക്കാനായിട്ടായിരുന്നു. ഫ്രണ്ട്സ്, വീടെല്ലാം ക്ലീനായി. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ, ക്ലീനിങ്. ഇനി കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട്. തുണി മടക്കി വയ്ക്കൽ. കഴുകിയ തുണികളാണ് കേട്ടോ കാണിച്ചത്. ഇതാ ഈ ബെഡിൽ മൊത്തം തുണി കിടക്കുന്നത്, അതെല്ലാം മടക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഭയങ്കര ഇതായിരുന്നു. കണ്ടോ, നല്ല വെയിലല്ലേ. ഒരു മണിയോട് കൂടിയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നത്. അപ്പം ഞാൻ എന്നും ഫുഡ് കഴിക്കാൻ നേരത്ത് ന്യൂസ് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അല്ലാത്ത സമയം നമ്മൾ ടി വി ഓണാക്കുന്നില്ലല്ലോ, എപ്പോഴും മൊബൈലിൽ തന്നെയാണല്ലോ. ബാക്കി പണികൾക്ക് ശേഷം എന്തെങ്കിലും റീൽസ് എടുക്കുക അല്ലെങ്കിൽ എഡിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഉച്ചയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കലും അങ്ങനത്തെ പരിപാടികളിലും ഏർപ്പെടുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 4 മണി. കുഞ്ഞുങ്ങൾ വരാറായി. എൻ്റെ കോലം കണ്ടില്ലേ. ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര വിശപ്പായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കാണിക്കണം എന്താ ഞാൻ ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് വളരെ കുറച്ചാണ് കേട്ടോ. ഞാൻ എപ്പോഴും ബ്രെഡ് കരുതും. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പക്കോട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ബ്രെഡ് പക്കോടയും പിന്നെ ടൊമാറ്റോ സോസും ഉണ്ടല്ലോ. അപ്പം ചായയും കൂടി ആകുമ്പം ഇന്നത്തേക്ക് ഓക്കെയാണ്. 4 മണി പലഹാരമായി, സ്നാക്സായി. 4 മണിയുടെ ബ്രെഡ് പക്കോട ഉണ്ടാക്കുന്ന സമയമാണ്. പുറത്ത് സൗണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇത് പണി നടക്കുന്നതിൻ്റെ സൗണ്ടാണ്. പിന്നെ എൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഉറങ്ങി. അതുകൂടാതെ
ന്യൂസ് കണ്ട് ഷൈൻ ടോം ചാക്കോയുടെ ഫാദറിൻ്റെ മരണം കണ്ടപ്പോൾ അത് കണ്ട് ഞാനും അവിടെ ഇരുന്ന് കരച്ചിലായിരുന്നു. അപ്പോൾ പൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്തിനാ കരയുന്നത്? ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനും ഇരുന്ന് കരയും വീഡിയോസ് ആണ്. നിങ്ങളങ്ങനെയാണ്? ഞങ്ങളങ്ങനെയാണ്. എല്ലാ ദുരന്തങ്ങളും കൂടി ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരുമിച്ച് വന്ന പോലെ അല്ലേ? നാട്ടിൽ ലയിച്ചിരുന്ന് പോയിരുന്നു. അങ്ങനെ മക്കൾ ഇതാ വന്നു, ഓട്ടോയിൽ വന്ന് ഇറങ്ങി. മക്കൾ വന്നതിന് ശേഷം ചായയും സ്നാക്സൊക്കെ കൊടുത്ത് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് യൂണിഫോം വാങ്ങിക്കാൻ പോകണമായിരുന്നു മാർക്കറ്റിൽ. ഞാനും ദിവസം കൂടിയിട്ട് യൂണിഫോം വാങ്ങിച്ചിട്ട് വരാനായിട്ട് ഇറങ്ങിട്ടോ. വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ പറയും, അമ്മ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണേ എന്ന് പറയും. ഇവിടുന്ന് അങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്. അപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാനും മുന്നും കൂടി ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വൈകിട്ട് ഇങ്ങനെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. സ്കൂളിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ചോദിച്ച്, പിന്നെ പഠിക്കാനൊരു ടൈമിങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പഠിക്കാൻ പോകും, പിന്നെയും എനിക്ക് അടുക്കള ജോലികൾ പിറ്റേ ദിവസത്തേക്ക് രാത്രിയിലത്തേക്കൊക്കെ ഉള്ള ഫുഡും അങ്ങനെയൊക്കെ ഉണ്ടാക്കലാണ് പണി. അപ്പോൾ എത്രയായാലും നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. പുറത്തെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം നോക്കണം. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് എന്തൊക്കെ തിരക്കുകളായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.